ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ ഓൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓളെ പോയി ഒന്ന് കാണുകയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ എന്താ പറയുക, പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറയും അല്ലേ? ഓനാണ് കാണേണ്ടത്, ഓൻ്റെ ഒപ്പമല്ല കാണേണ്ടത്. ഓനാണ് കാണേണ്ടത്, ഓൻ്റെ പെങ്ങന്മാരല്ല, ഓൻ്റെ വേറെയുള്ള ആൾക്കാരല്ല കാണേണ്ടത്. ഓന് പറ്റിയിട്ടേ പിന്നെ മറ്റുള്ളവർ കാണേണ്ടതുള്ളൂ അല്ലേ? അപ്പോൾ അതൊരു ചടങ്ങാക്കി ഇന്ന് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും കൂടെ പോയിട്ട് അവിടെ നിന്നുള്ളതൊക്കെ തിന്നു പോരുക, കുടിച്ചു പോരുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പെണ്ണ് കാണാൻ പോകുക എന്നുള്ളത് ഓന് മാത്രമേ കാണേണ്ടതുള്ളൂ. പെരീക്കെല്ലാവർക്കും പോകാം, പക്ഷെ കാണേണ്ടത് ഇപ്പോൾ വാപ്പിയമ്മ എല്ലാവർക്കും പോകണം, വിരോധമൊന്നുമില്ല. പക്ഷെ കാണേണ്ടത് ആദ്യം ഓനെ കാണേണ്ടുള്ളൂ അല്ലേ? ഓന് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടണം, അതാണ് മര്യാദ. ഓന് ഇഷ്ടപ്പെടേണ്ടത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഇസ്ലാമിക രീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്നാൽ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? പെണ്ണിനെ പോയി കാണുന്നുള്ളതിൻ്റെ ഉദ്ദേശം ഓൾക്ക് രണ്ടാക്കും മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാകണം. അങ്ങനെ ഓളാ ബാഹ്യമായ രൂപത്തിൽ ഓന് ഇഷ്ടപ്പെട്ടു, മനസ്സും അടുക്കാനത് കാരണമാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്ത് അറിയോ? ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ, ഇജ്ജ് പോയി ഓളൊന്ന് കാണുകയെന്ന് പറഞ്ഞു. അതെന്തിനാണ്? നിങ്ങളെ രണ്ടാളെ അടിയിൽ സ്വരച്ചേർച്ച ഉണ്ടാക്കാൻ അത് നല്ലതാണെന്നാണ്. എന്നാൽ കല്യാണത്തിന് മുമ്പ് കാണും കുറേ ആൾക്കാർ, കണ്ടിട്ട് ആ കാണലിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഓനാകാരം ഓളെ എല്ലായിടത്തും കൊണ്ടുപോകല് കണ്ടാൽ നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. നിശ്ചയിച്ചാലും ചില ആൾക്കാർ ചെയ്യും. എന്ത് നിശ്ചയിച്ചാലും അന്യരന്നെയാണ്, ഹറാമാണ്. ഓളെ മുൻകവും മുഖവും ഒഴിച്ച് അതും കാണാൻ പറ്റില്ല. അല്ലാതെ തന്നെ ഓളെ കാണാനും ഓളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഓളെ ബൈക്കും വെച്ച് കൊണ്ടുപോകാനും ഓളെ എടുക്കൊണ്ടുപോകാനും എടുക്കൊണ്ടുപോകാനൊന്നും അത് ഹറാമാണ്, പച്ച ഹറാമാണ് ചെയ്യേണ്ടത്. ഇന്ന് അധികം ആൾക്കാരും കാണാൻ വേണ്ടി പോകും, വാപ്പിയും എല്ലാവരും ഉണ്ടാവും. എന്നിട്ടെന്ത് ചെയ്യും? കണ്ടു പറ്റിയ മൊബൈൽ സമ്മാനമായി കൊടുക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും, മുട്ടായി കൊടുക്കും. അതൊന്നും ഇസ്ലാമികപരമായ ആദത്തിൽപ്പെട്ടതല്ല, ശരിയല്ല. കണ്ടു പറ്റിയ വേഗം തമ്മിൽ നിക്കാഹാണ് ചെയ്തു കൊടുക്കലാണ് വേണ്ടത്. പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല. 1 കൊല്ലം 2 കൊല്ലം 10 കൊല്ലം കണ്ട് വൈകിപ്പിക്കാൻ പാടില്ല. അങ്ങനെ നിശ്ചയിച്ചു ഉറപ്പിച്ചു രണ്ട് കുടുംബങ്ങളും ഉറപ്പിച്ച് 100% ഉറപ്പിച്ചു. എന്നാലും ഇവർ തമ്മിലുള്ള സംസാരങ്ങൾ, ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ, ടെക്സ്റ്റൈൽസ് പോകൽ, ആശുപത്രി കണ്ടുമുട്ടൽ, മറ്റൊടുത്ത് പോകൽ, മറിച്ചെടുത്ത് പോകൽ, ഇതൊക്കെ പച്ച ഹറാമാണെന്നർത്ഥം, വിചാരം അതാണ്. അപ്പോൾ അത് വളരെയധികം രക്ഷിതാക്കളാണ് ആ കാര്യത്തിൽ കൂടുതൽ ഗൗരവത്തോടു കൂടി അത് കാണേണ്ടത്. കല്യാണത്തിന് മുമ്പുള്ള കാണൽ ഇസ്ലാം നിശ്ചയിച്ച രീതിയിലുള്ള കാണൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അനുവദിക്കപ്പെട്ട കാണലിനും അതുപോലെ തന്നെ സംസാരത്തിനും അപ്പുറം കുറേ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നബി കാണാൻ പറഞ്ഞു, നല്ലോണം കാണാം, വർത്തമാനം പറയാം, ഒക്കെ ചെയ്യാം, ഒന്നും തെറ്റല്ല. പക്ഷെ അതിന് ശേഷമുള്ള വർത്തമാനം പറയലും കാണലൊക്കെയാണ് തെറ്റി നടത്തും. അപ്പോൾ അങ്ങനെ 2 കുടുംബത്തിനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹം ആ നിശ്ചയം ഉറപ്പിക്കാം. എന്നാണ് കല്യാണം വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാം. എന്നാൽ നിക്കാഹ് കഴിയുന്നത് വരെ എൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നു, നിങ്ങളെ മകളെ എനിക്ക് വിവാഹം ചെയ്ത് ഞാൻ തൃപ്തിപ്പെട്ട് തന്നു, സ്വീകരിച്ചു എന്ന് പറഞ്ഞത് വരെയുള്ള ആ സമയം ഇവർ 2 പേരും അന്യരാണ്, ഹറാമാണ്. ഇവർ തമ്മിൽ വർത്തമാനം പറയുക, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇസ്ലാമികേതരപരമായ ഏത് പ്രവർത്തനങ്ങൾ ചെയ്താലും അത് ഹറാമാണെന്ന് അർത്ഥം. ഇനി പണ്ട് സ്വർണ്ണാഭരണം, വാച്ചേട്ടൽ, മറ്റൊക്കെ ഉണ്ടല്ലോ, മുട്ടായി കൊടുക്കലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇസ്ലാമികപരമായ ചര്യല്ല എന്നർത്ഥം. അല്ലെങ്കിൽ തന്നെ കരാർ ഉറപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ഉറപ്പിക്കല് അത് കച്ചവടം ഉറപ്പിക്കലാണ്. അപ്പോൾ വിവാഹം ഒരിക്കലും നീട്ടി നിശ്ചയിക്കാൻ പാടില്ല. അത് നിശ്ചയിച്ചുകൊണ്ട് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുന്നതും ചെയ്യാൻ പാടില്ല.